ഇതുപോലെ മലിനമായിട്ടുള്ള മണ്ണ് അയച്ചാൽ കീടങ്ങളും ബാക്ടീരിയ ഫംഗസ് ഒക്കെ അടങ്ങിയിട്ട് വൈറസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഇതുപോലത്തെ മണ്ണ് നമ്മൾ കുമ്മായം മാത്രം ഇട്ട് ട്രീറ്റ് ചെയ്താൽ പൂർണ്ണമായിട്ട് നമുക്ക് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത്, നമ്മൾ ഗ്രോ ബാഗിൽ അതേപോലെ പോട്ടിലൊക്കെ നമ്മൾ കൃഷി ചെയ്താൽ കുറച്ച് വർഷം കഴിഞ്ഞാൽ നമ്മൾ ആ പ്ലാന്റ് മാറ്റിയതിന് ശേഷം അതേ മണ്ണ് ഉപയോഗിച്ചിട്ട് വേറെ പ്ലാന്റ് നമുക്ക് നടാൻ പറ്റുമോ എന്നുള്ളത് എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് സുഹൃത്തുക്കൾ ഇങ്ങനെ ചോദിക്കുന്നതാണ്. കാരണം ഇപ്പോൾ നാട്ടിൻപുറത്തുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ മണ്ണിന് ക്ഷാമം ഉണ്ടാവില്ല. ഇപ്പോൾ ഫ്ലാറ്റിൽ അതേപോലെ ടൗണിലൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് മണ്ണിന് നല്ല രീതിയിൽ തന്നെ ക്ഷാമം ഉണ്ടാവും. അപ്പോൾ അവരാണ് ഇങ്ങനെ ചോദിക്കുന്നത്, അത് നമുക്ക് എങ്ങനെയാണ് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് അതാണ് കേട്ടോ. നമ്മൾ ഈ മലിനമായിട്ടുള്ള മണ്ണ് നമുക്ക് എങ്ങനെ ശുദ്ധീകരിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ഫ്രൂട്ട് പ്ലാന്റ് കൃഷിയൊക്കെയാണ് ചെയ്യുന്നവരെന്നുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ഇതേപോലെ മണ്ണ് ഉണ്ടാവില്ല. കാരണം അവർ ഇപ്പോൾ പോട്ട് മാറ്റുന്ന ടൈമിൽ അതേ മണ്ണോട് കൂടിയിട്ടാണ് നമ്മൾ വലിയ പോട്ടിലേക്ക് ആക്കുക. കാരണം ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ അധികം മരമാവുന്നതാണല്ലോ. ഇപ്പോൾ പച്ചക്കറി കൃഷി ചെയ്യുമ്പോഴാണ് ഇതുപോലെ വരിക. കാരണം ഒരു 2 വർഷം 3 വർഷമൊക്കെ നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ചെടി നശിച്ചു കഴിഞ്ഞാൽ ആ മണ്ണ് അവിടെ ബാലൻസ് ആയിട്ട് കൊടുക്കും. അപ്പോൾ ഈ മണ്ണ് ശുദ്ധമായിരിക്കില്ല. കാരണം അതിൽ ധാരാളമായിട്ട് വൈറസ് ഉണ്ടാവും, അതേപോലെ ഫംഗസ് ഉണ്ടാവും, അതേപോലെ കീടങ്ങളെ മുട്ടകൾ ലാർവകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതേ മണ്ണിൽ തന്നെ നമ്മൾ വീണ്ടും പ്ലാന്റ് നട്ടു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ പ്ലാന്റ് പെട്ടെന്ന് തന്നെ വാടിപ്പോവാനും മൂടി ചെയ്യാനും കീടശല്യം വരാനും ഫംഗൽ ഇൻഫെക്ഷൻ വരാനും ഒക്കെ ചാൻസ് കൂടുതലാണ്. നമുക്ക് അതിൽ കൃഷി വിജയിപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കില്ല. അപ്പോൾ നമ്മൾ പണ്ട് മുതലേ കർഷകർ ചെയ്യലെങ്ങനെ, മണ്ണ് ശുദ്ധീകരിക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സൂര്യതാപീകരണമാണ്. വെച്ചാൽ നല്ല രീതിയിൽ വെയിൽ കൊള്ളിക്കലാണ് പതിവ്. നമ്മളിപ്പോൾ ഉപയോഗിച്ച മണ്ണാണെന്നുണ്ടെങ്കിൽ ആ മണ്ണ് നമ്മളൊരു നല്ല വെയിലുള്ള ടൈമിൽ നമ്മൾ വിരിച്ചിട്ട് കൊടുക്കുക. ഒരു ചാക്കൊക്കെ വിരിച്ചിട്ട് നല്ല വെയിൽ ഡയറക്റ്റായിട്ട് തട്ടുന്ന രൂപത്തിൽ ഒരു 10-15 ദിവസം നമ്മൾ വെയിൽ കൊള്ളിച്ചു കഴിഞ്ഞാൽ അതിലുള്ള കീടങ്ങളും അതേപോലെ ഫംഗസും ലാർവകളും മുട്ടകളൊക്കെ നശിച്ചു പോകും. അപ്പോൾ നശിച്ചു പോയതിന് ശേഷമാണ് നമ്മളിത് കുമ്മായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് പിന്നീട് വളങ്ങളൊക്കെ ഇട്ട് നമ്മൾ ചെടികൾ നട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവ് കിട്ടും. നല്ല ആരോഗ്യത്തോടു കൂടി ചെടികൾ വളരും ചെയ്യും. അതേ സ്ഥാനത്ത് നമ്മൾ ഇതൊന്നും ചെയ്യാതെ അതേ മണ്ണിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കുമ്മായ ഡോളോമേറ്റ് ഇട്ട് നമ്മൾ വളങ്ങൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ ചെടി നട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ കുമ്മായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നതിൽ ചിലപ്പോൾ കീടങ്ങൾ ഇതൊക്കെ ഒന്ന് നശിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ലാർവകൾ ചിലപ്പോൾ നശിച്ചിട്ടുണ്ടാവില്ല, അയച്ചാൽ മുട്ടകൾ നശിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അത് വീണ്ടും തന്നെ വെട്ടി വരികാനും ചെടി നശിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പൊ മണ്ണ് ശുദ്ധീകരിക്കാൻ പ്രധാനമായിട്ടുള്ള ഒരു മാർഗ്ഗം ഞാൻ പറഞ്ഞല്ലോ, സൂര്യതാപീകരണമാണ്. പക്ഷെ നമ്മളെ കേരളത്തിന്റെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ വെയിലുണ്ടാവും, അതേപോലെ മഴ ഉണ്ടാവും, തണുപ്പുണ്ടാവും. അപ്പൊ ഈ 3 ക്ലൈമറ്റും മാറി വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് എല്ലാ ടൈമിലും നമുക്ക് സൂര്യതാപീകരണം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. കാരണം നമുക്ക് മാക്സിമം പോയാലും ഒരു മാർച്ച് ലാസ്റ്റ്, ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ നമുക്ക് ഈ മണ്ണ് സൂര്യതാപീകരണം ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുള്ളൂ. കാരണം നല്ല രീതിയിൽ വെയിൽ കിട്ടണം എന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നീട് അത് മഴക്കാലമാവും, മഴക്കാലത്ത് നമുക്ക് നല്ല രീതിയിൽ വെയിൽ കിട്ടൂല. അതേപോലെ പിന്നീട് തണുപ്പുകാലമായി കഴിഞ്ഞാലും നമുക്ക് അതിന്റെ കറക്റ്റ് ഗുണം കിട്ടിക്കൊള്ളുന്നില്ല. അപ്പൊ കാര്യമായിട്ട് പറഞ്ഞാൽ നമുക്കൊരു 3 മാസമൊക്കെ നമുക്ക് ഈ സൂര്യതാപീകരണം കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ബാക്കിയുള്ള സമയത്തൊക്കെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? അപ്പൊ അതിന് പറ്റുന്ന രാസമാണെങ്കിലും വലിയ ദോഷം വരാത്ത ഒരു പ്രൊഡക്റ്റ് ആണ് നൈസ് ബ്രാൻഡിന്റെ ഹൈഡ്രജൻ പെറോക്സൈഡ്, അതേപോലെ സിൽവർ ഒക്കെ അടങ്ങിയിട്ടുള്ള സിൽവർ ഓക്സ്. അപ്പൊ ഈ പ്രോഡക്റ്റ് ഇപ്പൊ എന്റെ കൈമിൽ സ്റ്റോക്ക് ഇല്ല കേട്ടോ. ഞാൻ മുമ്പ് വാങ്ങി ഉപയോഗിച്ചിരുന്നു, ഇപ്പൊ എന്റെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതങ്ങനെ നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടൂല. അപ്പൊ സാധാരണ ഹൈഡ്രജൻ പെറോക്സൈഡ് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്നും അതേപോലെ വളം വെക്കുന്ന കടകളിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും. പക്ഷെ ഇത് സിൽവർ അടങ്ങിയിട്ടുള്ള ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് കേട്ടോ. അപ്പോൾ സാധാരണ ഹൈഡ്രജൻ പെറോക്സൈഡിലൊക്കെ എന്ന് പറഞ്ഞാൽ 3% മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ മണ്ണ് ട്രീറ്റ് ചെയ്താൽ അതിൻ്റെ കാര്യപ്പെട്ട ഗുണം കറക്റ്റായിട്ട് നമുക്ക് കിട്ടണമെന്നില്ല. പക്ഷേ ഈ സിൽവർ അടങ്ങിയിട്ടുള്ള ഹൈഡ്രജൻ പെറോക്സൈഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ 48% ഹൈഡ്രജൻ പെറോക്സൈഡ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ണ് പൂർണ്ണമായിട്ട് നമുക്ക് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ മണ്ണ് ശുദ്ധീകരിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ നേരത്തെ കാണിച്ചെന്ന ഗ്രോ ബാഗ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഗ്രോ ബാഗിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഒരു അളവ്, ആദ്യം നമ്മൾ ഇപ്പം മണ്ണിലാണെന്നുണ്ടെങ്കിൽ, ഇപ്പം മണ്ണ് ഇപ്പം നമ്മൾ നട്ടൊരു പച്ചക്കറി കൃഷി ചെയ്തൊരു മണ്ണാണ്. അപ്പോൾ ആ മണ്ണ് നമ്മൾ ശുദ്ധീകരിക്കാനാണെന്നുണ്ടെങ്കിൽ മണ്ണ് ആദ്യം നമ്മളിപ്പോൾ എത്ര ഏരിയ എന്നുണ്ടെങ്കിൽ ആ ഏരിയ ഒന്ന് നമ്മൾ തടം തുറക്കുന്ന പോലെ തുറന്നിടാം, ഒന്ന് മണ്ണൊന്ന് ഇളക്കിയിടാം. ഇളക്കിയിട്ടതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ഒന്ന് നനച്ചു കൊടുക്കുക. കാരണം ഈർപ്പം നിലനിൽക്കണം, ഈർപ്പമുള്ള മണ്ണിൽ മാത്രമേ ഇത് പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ ഒന്ന് നനച്ചിട്ട് കൊടുത്തതിന് ശേഷം ഈ സിൽവർ എക്സ് 30 ml 1 ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള
എന്നുള്ള രൂപത്തിലാണ് നമ്മൾ കലക്കേണ്ടത്. 30 ml 1 ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള രൂപത്തിൽ കലക്കിയതിന് ശേഷം അത് മണ്ണിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ സ്പ്രേ ബോട്ടിൽ പോലെ വരുന്നതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ അത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മണ്ണിലാവുമ്പോൾ നമുക്ക് ഈ 1 ലിറ്റർ തന്നെ ഫുള്ളായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതേ സ്ഥാനത്ത് ഗ്രോ ബാഗിലേക്കാണെന്നുണ്ടെങ്കിലും ഇതേപോലെ ആദ്യം നമ്മളൊന്ന് നനയ്ക്കുക, ഫുള്ളായിട്ടൊന്ന് നനച്ചതിന് ശേഷം നമ്മൾ ഒരു 30 ml തന്നെ 1 ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള രൂപത്തിൽ എടുക്കുക. പക്ഷെ അത് ഫുള്ളായിട്ട് ആ ഗ്രോ ബാഗിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു 200 ml എന്നുള്ള രൂപത്തിലൊക്കെ അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു 12 മണിക്കൂറാണ്. അപ്പോൾ ഈ 12 മണിക്കൂർ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ മഴ കൊള്ളാതെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അത് വെച്ചാൽ പിന്നീട് അതിൻ്റെ മേലെ ഈ ഒരു 12 മണിക്കൂറും മഴ കൊള്ളരുത്. അപ്പോൾ നമ്മൾ മണ്ണിൽ നടുന്നവർക്കൊക്കെ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. കാരണം മഴ കൊള്ളാതെ നടണം. അപ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഇപ്പോൾ മണ്ണിലാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ മഴ ഒന്നും ഇല്ലാത്ത സമയത്ത് നോക്കിയിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതേപോലെ മണ്ണ് ട്രീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളെ ക്ഷാര ഗുണമുള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ അത് ന്യൂട്രൽ ആക്കാൻ വേണ്ടി ഏറെ സഹായിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടല്ല, എന്നാലും ചെറിയ തോതിൽ സഹായിക്കുന്നുണ്ട്. അതേപോലെ അമ്ല ഗുണമുള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ അത് ന്യൂട്രൽ ആക്കാൻ വേണ്ടിയിട്ടും ഏറെക്കുറെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 12 മണിക്കൂർ നമ്മളിത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് പിന്നെ മഴത്തേക്കൊക്കെ എടുത്ത് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വളങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് ചെടികൾ നടുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ പലരും ചോദിക്കും ചിലപ്പോൾ, അപ്പോൾ നമ്മൾ കുമ്മായിട്ട് മണ്ണ് ട്രീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കുമ്മായിട്ട് മണ്ണ് ട്രീറ്റ് ചെയ്താൽ ഇതേപോലെ ഗുണം കിട്ടുന്നല്ലേ എന്നുള്ളത്. നമ്മൾ കുമ്മായം മാത്രം ഇതുപോലെ മലിനമായിട്ടുള്ള മണ്ണ് അയച്ചാൽ കീടങ്ങളും ബാക്ടീരിയ ഫംഗസ് ഒക്കെ അടങ്ങിയിട്ട് വൈറസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഇതുപോലത്തെ മണ്ണ് നമ്മൾ കുമ്മായം മാത്രം ഇട്ട് ട്രീറ്റ് ചെയ്താൽ പൂർണ്ണമായിട്ട് നമുക്ക് ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. അപ്പോൾ അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ സൂര്യതാപീകരണം നല്ല രീതിയിൽ ഒരു 15 ദിവസം 12 ദിവസമെങ്കിലും നമ്മൾ സൂര്യതാപീകരണം നടത്തിയിട്ട് അതിലെ കീടങ്ങളും ലാർവകളൊക്കെ നശിപ്പിച്ചതിന് ശേഷം നമ്മൾ കുമ്മായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ചെടികൾ വളങ്ങളൊക്കെ മിക്സ് ചെയ്ത് നടുമ്പോൾ അതിൻ്റെ കറക്റ്റ് ഗുണം കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഫ്രഷ് ആയിട്ട് ഇപ്പോൾ നമ്മൾ മണ്ണ് എടുത്തിട്ട് അതിൽ കുമ്മായിട്ടിട്ടൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്തിട്ട് വളങ്ങൾ മിക്സ് ചെയ്ത് നമുക്ക് നടാൻ വേണ്ടി പറ്റും. ഇതുപോലെ ഉപയോഗിച്ച മണ്ണാണെന്നുണ്ടെങ്കിൽ ഈ 2 രീതി ഉണ്ടെങ്കിൽ സൂര്യതാപീകരണം അല്ലെങ്കിൽ ഇതുപോലത്തെ ഹൈഡ്രജൻ പെറോക്സൈഡ് അടങ്ങിയ സിൽവറക്സ് ആണ് നല്ലത്. ഇതുപോലത്തെ ഉപയോഗിച്ചിട്ട് മണ്ണ് ശുദ്ധീകരിച്ചിട്ട് ചെടികൾ നടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടെ. ഇനി അടുത്തതായിട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം. കാരണം എൻ്റെ വീട്ടിൽ അത്തി കൃഷിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ പല വീഡിയോകളും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു വ്യക്തി എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ആ വ്യക്തി പറഞ്ഞത് എന്താ വെച്ചാൽ ആ വ്യക്തിൻ്റെ വീട്ടിൽ അത്തി പ്ലാന്റ് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് അത്തി പ്ലാന്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. അത് വെച്ചാൽ ഒരു 10-25 പ്ലാന്റ് തന്നെ വെച്ചിട്ടുണ്ട്, ഒരു 4 വെറൈറ്റിയിലായിട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ വെച്ചാൽ അദ്ദേഹം അത്തി നല്ല രീതിയിൽ നട്ട്. അപ്പോൾ ആദ്യം നട്ട ടൈമിൽ അതിൽ ഒരു മാസം കഴിഞ്ഞപ്പോൾ തന്നെ കായ്കൾ വരാൻ തുടങ്ങി. പക്ഷെ ഇപ്പം എല്ലാത്തിൻ്റെ മൂട് ചീഞ്ഞു പോകുന്നു. അതെന്താണ് കാരണം? അപ്പം ഞാൻ ഇതിൻ്റെ മുന്നേ പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അത്തിക്കൃഷി ചെയ്യുമ്പോൾ നമ്മൾ വിദേശീയ അത്തി, ഇപ്പോൾ ഈജിപ്ഷ്യനാണ്, ഇസ്രായേലാണെങ്കിലും അതേപോലെ തുർക്കി ആണെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന് നല്ല രീതിയിൽ വെയിൽ കിട്ടണം. അതേ സ്ഥാനത്ത് മഴ കൂടുതലായിട്ട് കൊള്ളാനും പറ്റില്ല. കാരണം മഴ കൊണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ മൂട് ചീഞ്ഞു പോകും, മേൽഭാഗമൊക്കെ ചീഞ്ഞു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത്തി പ്ലാന്റ് നമ്മൾ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ. കാരണം നമ്മൾ മണ്ണിലാണ് നടുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ റെയിൻ ഷട്ടർ എന്തായാലും നിർബന്ധമാണ്. അത് UV ഷീറ്റ് കൊണ്ടുള്ള റെയിൻ ഷട്ടർ. അപ്പോൾ അതാകുമ്പോൾ കറക്റ്റായിട്ട് വെയിൽ കിട്ടും ചെയ്യും, മഴ കൊള്ളും ചെയ്യൂല. നമ്മൾ അല്ലാതെ പോട്ടിലോ ഡ്രമ്മിലൊക്കെ നടുകയെന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ UV ഷീറ്റ് കൊണ്ട് റെയിൻ ഷട്ടർ ഉണ്ടാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റി കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ കേരളത്തിലെ കാലാവസ്ഥയിൽ എന്ന് പറഞ്ഞാൽ മഴ എന്തായാലും ഉണ്ടാവും. അപ്പോൾ മഴ മാറ്റിയെടുത്താൻ പറ്റില്ല. അപ്പോൾ ഈ വിദേശീയനൊക്കെ നമ്മളിവിടെ കൊണ്ടുപോയി വെക്കുന്ന ടൈമിൽ നമ്മൾ ഈ മഴ കൊള്ളുകയെന്നുണ്ടെങ്കിൽ അത് മൂടി ചീഞ്ഞു പോകാനും ചെടികൾ നശിച്ചു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ തന്നെ നമ്മൾ മറ്റു പ്ലാന്റിന് വെള്ളം കൊടുക്കുന്ന പോലെ നമ്മൾ അത്തി പ്ലാന്റിന് വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരു ചെറിയ ഇപ്പോൾ 2 ദിവസം കൂടുമ്പോഴൊക്കെ ചെറിയ തോതിൽ മാത്രം വെള്ളം കൊടുത്താൽ മതി. കൂടുതലായിട്ട് വെള്ളം കെട്ടി നിൽക്കാനോ അല്ല കൂടുതലായിട്ട് ഈർപ്പോ അത്തി പ്ലാന്റിന് ആവശ്യമില്ല. അതേപോലെ തന്നെ കൂടുതലായിട്ട് പുളിപ്പിച്ച വളങ്ങളുണ്ടല്ലോ, ജൈവ സ്ലറികളൊന്നും കൂടുതലായിട്ട് അത്തി പ്ലാന്റിന് നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതിന് മൂട് ചീഞ്ഞു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. വല്ലപ്പോഴൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് കുഴപ്പമില്ല കേട്ടോ. അതേപോലെ തന്നെ മഴ വല്ലപ്പോഴും 1-2 മഴ കൊണ്ട് വിചാരിച്ചിട്ടും കുഴപ്പമില്ല. ഈ അടുപ്പിച്ചിട്ടുള്ള മഴ കൊള്ളലൊക്കെ അത്തി പ്ലാന്റിന് ദോഷമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ അത്തി കൃഷി നല്ല രീതിയിൽ തന്നെ വിജയകരമായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്